അസ്സലാമലൈക്കും ഗൈസ്, എന്തൊക്കെ എല്ലാവരും വർത്താനം? കുറച്ച് ദിവസമായില്ലേ വീഡിയോ ഒക്കെ കുറച്ച് മടിയുണ്ട്, അതുകൊണ്ട് തന്നെ അങ്ങനെ മടി പിടിച്ചെടുത്തൊന്ന് നീച്ച് നമ്മൾ സ്ഥലം വരെ പോവാം. ഞാൻ ഇപ്പം എൻ്റെ ഉമ്മാൻ്റെ വീട്ടിലായിട്ടുള്ളത്. ഞാനും ചിച്ചും കൂടി കാളയോ വരെ പോവാണ്. ഉമ്മാൻ്റെ വീട് ഉദരംപോയിലാണ്. ഞങ്ങളിങ്ങനെ സംസാരിച്ചു ഓട്ടോറിക്ഷയിലാണ് പോണത്. ഞങ്ങൾക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാറുണ്ട്, അപ്പോൾ അതിന് വേണ്ടി പോവാം. അങ്ങനെ പോയി നമ്മൾ ലക്ഷ്യസ്ഥാനത്ത് എത്തിയിട്ടുണ്ട്. ചെരുപ്പ് അങ്ങനെയാണ് കയറിയിട്ട് ഉമ്മമാക്കൊരു ചെരുപ്പ് എടുക്കണം, പിന്നെ ചിഞ്ചുവിന് ഡെലിവറായിട്ട് ഇടാൻ വേണ്ടിയിട്ടൊരു ചെരുപ്പ് എടുക്കണം. അപ്പം ഉമ്മക്ക് ഏതെടുക്കുന്നില്ല കൺഫ്യൂഷനും ചർച്ചയൊക്കെ ചെക്ക് ശേഷം ഞങ്ങൾ ഇതൊക്കെ രണ്ട് സെലക്ട് ചെയ്ത് അവിടെ നിന്ന് പോകുന്നു കേട്ടോ. പിന്നെ അങ്ങാടിയിലൊക്കെ തെണ്ടിപ്പോയാൽ എന്തെങ്കിലും നിർബന്ധമാണല്ലോ, എന്തെങ്കിലും വാങ്ങി തന്നല്ലോ. അപ്പം അങ്ങനെ നമ്മൾ ഒരു കൂൾ ബാർ കയറി 2 ലൈം അത് നിർബന്ധമാണല്ലോ. നമ്മൾ ക്ഷീണിച്ചിരിക്കുമ്പോൾ നല്ല ലൈം കിട്ടുമ്പോൾ നല്ല ആശ്വാസം. ലൈമും സാൻഡ്വിച്ചൊക്കെ പറഞ്ഞാൽ കഴിച്ച് ഞങ്ങൾ നേരെ വീട്ടിൽ എത്തിട്ടോ. ഇപ്പോൾ രാത്രിയുണ്ട്. ഒരുമാതിരി ബിസ്ക്കറ്റ് ചോദി കുത്തിരിക്കുന്ന സമയത്ത് ഞങ്ങൾ വീട്ടിലെത്തിയത്. അപ്പോൾ ഉമ്മമാക്ക് അപ്പം തന്നെ ചെരുപ്പൊക്കെ കൊടുത്ത് ഇടിപ്പിച്ച്. ഉമ്മ വേണമെങ്കിൽ എന്താ വെച്ചാൽ ഈ പഴയ ആൾക്കാർക്കുള്ള സ്വഭാവം പോലെ ഇല്ല തന്നെ അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ ഇടും. പുതിയത് വാങ്ങി കൊടുത്താലും ഇടും. ചെരുപ്പിൻ്റെ ഒന്നും ആവശ്യമില്ല, ജെല്ല് തന്നെ മതി. ഇല്ല ചെരുപ്പ് പറ്റ കേടുന്നു, അപ്പോൾ ഒന്ന് പുതിയ വാങ്ങിക്കൊടുത്താൽ ഏച്ചി തന്നെ മതി, പുതിയ ചെരുപ്പിൻ്റെ ആവശ്യമൊന്നും ഇല്ലാണ്ട്. മാക്സികളൊക്കെ കുറേ ഉണ്ടെങ്കിലും ഉമ്മക്കൊക്കെ പഴയ മാക്സികളിടുക. അങ്ങനെ ഒരു സിമ്പിളായിട്ടുള്ള ലൈഫേ. കാരണം ഞാൻ അധികം കണ്ട അമ്മമാരും അങ്ങനെ തന്നെ. ചിലർക്കൊക്കെ നല്ലത് ഇടണമെന്നില്ലുണ്ടോ. അങ്ങനെ അന്നത്തെ ദിവസം കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ നെയ്ച്ചോടെ ഉപ്പിലിട്ട മാങ്ങിക്കണ്ടതിനൊക്കെ തിന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഇവിടെ ഭയങ്കര ഒച്ചയുമ്പൊളി. 3 കോണിടിച്ചെടുക്കാനും ഒരാൾ കോണിമ്മ കയറാനും ഒരാൾ നിലത്ത് ചടാതെ മാങ്ങ കൈക്ക് വാങ്ങാനും വേണ്ടി നിൽക്കുകയാണ്. അങ്ങനെ മാങ്ങ പറിച്ചിലൊക്കെ കുറച്ച് കഴിഞ്ഞ് കുറച്ചൊക്കെ അച്ചാറിടൽ ഇതൊക്കെയാണ്. ഈ മാങ്ങ എന്താ വെച്ചാൽ അച്ചാറിടാൻ അടിപൊളിയാണ്. പഴുത്താലെന്തോ ഇത് കേടുവാണ്. അപ്പോൾ ഞങ്ങൾ അധികം എടുത്ത് അച്ചാറിടലാണ്. 2 മൂച്ചിയുണ്ട്. 2 മൂച്ചിമ്മലും ഇപ്പം ഉണ്ടാവല്ലോ എടുത്തിട്ടുള്ളൂ. കുറേ കാലം വെച്ചിട്ടിട്ട് അങ്ങനെ മാങ്ങ പറിച്ചിൽ അച്ചാറിടലൊക്കെ കഴിഞ്ഞു. എൻ്റെ അമ്മോൻ്റെ ഒരു റിക്വസ്റ്റ് പ്രകാരം ഞാൻ ഈ മാങ്ങൻ്റെ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടോ. ഇങ്ങനെ വീഡിയോ എടുത്തെടുക്കുമ്പോൾ ഈ മാങ്ങൻ്റെ വീഡിയോ ഇനിയൊക്കെ ഒന്ന് എടുത്തുകൂടെ പറഞ്ഞാൽ എന്താണ് ആളോട് കുത്തിരിക്കണ്ട്. അങ്ങനെ ഞങ്ങളവിടെ കുറച്ച് നേരം വർത്താനം പറഞ്ഞിടത്തോന്നൊരു ചർച്ച ഇട്ടുങ്ങണ്ട് ഞങ്ങൾ നേരെ പോയിക്ക്. അമ്മായികളും കുട്ടികളും എല്ലാവരും കൂടിയാണ് പോകുന്നത് കേട്ടോ. ഇവിടെ ഈ കെട്ടിങ്ങിൽ അധികം ആൾക്കാരും കണ്ടുണ്ടാവും. നല്ല രസമായിട്ടൊക്കെ. അപ്പോൾ ഞങ്ങൾ ചെന്നപ്പോൾ കുറേ ഫാമിലീസ് ഞങ്ങൾ വെള്ളത്തിൽ ചാടാന്നല്ലൊക്കെ കരുതി പോയതാണ്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ കുറേ ആൾക്കാർ. അപ്പോൾ അങ്ങനെ ചാടാൻ ഇതിനൊന്നും പറ്റില്ല, എന്നാലും കുറച്ചൊക്കെ വെള്ളത്തിലിറങ്ങി ഞങ്ങൾ അവിടെ നിന്ന് അങ്ങനെ കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് ഫോട്ടോസൊക്കെ എടുത്ത് അങ്ങനെ പോകുന്നു. ഞങ്ങൾ പോരുമ്പോൾ വണ്ടിമ്പോൾ പോരും തിരുമ്പാലൊക്കെ കൊണ്ട്. അമ്മയാളൊക്കെ അവിടെ തിരുമ്മിക്കൊണ്ടിരിക്കണം. ഇവിടെ നീന്താൻ അറിയണമല്ലോ, നീന്തിയിട്ടും നീന്താൻ അറിയാത്തപോലെ പഠിപ്പിക്കലൊക്കെയാണ്. എനിക്ക് പിന്നെ വെള്ളത്തിലിറങ്ങാൻ പേടിയാണ്, നീന്താനൊന്നും അറിയില്ല. ഇവര് വെള്ളത്തിൽ നീന്തലുണ്ട്. ഇവിടെ വലിയ കെട്ടായതുകൊണ്ട് അവിടെ ഓൽക്ക് ഇറങ്ങാൻ ധൈര്യമില്ല. എന്നാലും ഓല അവിടെ കുറച്ച് കായല്ലാത്തടത്തൊക്കെ കൊണ്ടുപോയിങ്ങാണ്ട് ഓല അങ്ങനെ നീന്തലും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങോട്ട് അങ്ങനെ ഇരുന്നു. ഇവിടെ എന്താ വെച്ചാൽ നല്ല മീനുകൾ ഇങ്ങനെ വന്നുകൊണ്ട് കൊത്തും. നല്ല രസമായിട്ടത്. അപ്പോൾ കാലം വെള്ളത്തിലിട്ട് അങ്ങനെ കുത്തിരുന്നു. അങ്ങനെ കുറേ നേരം വെച്ച് വെള്ളത്തിൽ നിന്ന് കയറാൻ പറഞ്ഞിട്ടും വെള്ളത്തിൽ നിന്ന് കയറാതെ ഞങ്ങൾ അങ്ങനെ കുത്തിരുന്നു. ഉമ്മാൻ്റെ എവിടെ പോയാലും ഇങ്ങനെയാണ്. എവിടെയെങ്കിലും പോവാൻ എന്തെങ്കിലും പ്ലാൻ ഇടുക അങ്ങനെ പോകും. അപ്പം ഉമ്മച്ചി അവസാന പ്രയോഗം പ്രയോഗിക്കലോടുത്തിക്കണം. അപ്പോൾ ശരി, നമുക്ക് അടുത്ത വീഡിയോ കാണാം.